ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ടിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ എല്ലാവരും എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, സാറേ ഷുവർ ക്വസ്റ്റ്യൻ വേണം. ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 9ാമത്തെ ചാപ്റ്റർ അല്ലേ. അതുപോലെ തന്നെ മക്കൾ 10ാമത്തെ ചാപ്റ്ററും പറഞ്ഞിട്ടുണ്ട്, ബാക്കിലൂടെ ഏതും വരുന്നുണ്ട്, 10ാമത്തെ ചാപ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ്, മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ക്രോണിക്കിൾസിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. എക്സാമിന് മോസ്റ്റ് റിപ്പീറ്റഡ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരുപാട് വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ മക്കളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ മക്കൾ ഏതാണ് കൂടുതലൊന്നും പറഞ്ഞിരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുക, ആൻസറൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് എവിടെയുണ്ട്, നമ്മുടെ യൂട്യൂബിൽ തന്നെ പല ചാപ്റ്റേഴ്സിൻ്റെ ലൈവിലൊക്കെ ഉണ്ട്. നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം, ആൻസർ ഇതാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി തരാം എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ നോക്കിയാലോ? ഓക്കേടാ. ഏതായിരുന്നു? 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പോയിന്റ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സാത്ത് ആൻഡ് സാവർ. എന്തായിരുന്നു? സാത്ത് ആൻഡ് സാവർ, സാത്തും സാവറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതു? എന്തായിരുന്നു? സാത്തും സാവറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. എടാ, ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടില്ലേ മക്കളെ? ഏതോ എക്സാമിന് എഴുതിയിട്ടില്ലേ? ഓർമ്മ വരുന്നുണ്ട് അല്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കാം മക്കളെ. സാത്തും സാവറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, കുതിരപ്പടയാളികളുടെ എണ്ണത്തെ, നമ്പർ ഓഫ് ഹോഴ്സ്മെന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് എന്തെന്ന് പറയുന്നത്, സാവർ എന്ന് പറയുന്നത്. ഏതായിരുന്നു? ഓക്കെ, നമുക്കറിയാം സാവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് സാവർ. അപ്പൊ സാത്ത് എന്തായിരിക്കും? എടാ, ശമ്പളത്തിന്റെ കണക്കിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സാത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കൾ? അപ്പൊ സാവറും സാത്തും നമുക്ക് എന്താ ചെയ്തു, ക്ലിയർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്? അക്ബർ നാമയുടെ ഓതർ ആരാണ്? അതിനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. മക്കളെ, അക്ബർ നാമയെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സെറ്റായും. അക്ബർ നാമയെ പറ്റി മക്കളെ പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്, അക്ബർ നാമ രചിച്ചത് ആരാണ്, അല്ലെങ്കിൽ ഓതർ ഓഫ് അക്ബർ നാമ ആരാണ് പറയടാ, ഒന്ന് ഓർത്ത് വെക്കേ, അബുൽ ഫസലാണ്. ഓക്കെ അല്ലേ മക്കളെ? അബുൽ ഫസലാണ്. ഇനി അതിന്റെ കാര്യങ്ങൾ ഇതാ. അബുൽ ഫസൽ എന്ന് പറയുന്നത് എല്ലാ ഭാഷയിലും അടിപൊളിയായിരുന്നു. ഏതൊക്കെ? അറബിക്, പേർഷ്യൻ, ഗ്രീക്ക്, ഫിലോസഫി ആൻഡ് സൂഫിസം, ഇതിലൊക്കെ ഏറ്റവും വിദഗ്ധനാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ അക്ബർ രാജാവിനെ പറ്റിയിട്ട് അക്ബറിന്റെ കാര്യങ്ങളൊക്കെ മുൻകാല അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് അക്ബറിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു ക്രോണിക്കിളാണ് ഏതെന്ന് പറയുന്നത്, അക്ബർ നാമ എന്ന് പറയുന്നത്. കണ്ടോ മക്കളെ? ആ അക്ബർ നാമയിൽ എന്തൊക്കെയുണ്ട്? ബാറ്റിൽസ് ഉണ്ട്, എന്ന് വെച്ചാൽ എന്താ, യുദ്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് സീജസ്, ഉപരോധങ്ങളുണ്ട്, ഹണ്ട്, വേട്ടയാടലുകൾ, ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? ഈ അക്ബർ നാമയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളെ, ഏകദേശം 1589 അബുൽ ഫസൽ 13 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അക്ബർ നാമിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, അക്ബർ നാമയുടെ എത്ര ഗ്രന്ഥങ്ങളായിട്ടാണ് ഡിവൈഡഡ് ഇൻറ്റു 3 ബുക്സ്, 3 ബുക്കുകളായിട്ടാണുള്ളത്. അതിൽ 2 എന്ത് ചെയ്യാണ്? ക്രോണിക്കിൾസ്, 3ാമത്തത് ഐനി അക്ബരിയുമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? അക്ബർ നാമയെ പറ്റി മക്കൾ ഒരു കുറിപ്പ് തയ്യാറാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. പിന്നെ ഈ ഐനി അക്ബരിൽ പറഞ്ഞ കാര്യമല്ലേ, അക്ബർ നാമയുടെ മറ്റൊരു 3ാമത്തെ ഒരു വോളിയമാണ് ഇത്, ഐനി അക്ബരി. ഈ ഐനി അക്ബരിൽ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണ്? ഈ നമ്മുടെ മുഗളന്മാരെന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സാണ്, അല്ലെങ്കിൽ ഒരു വൈവിധ്യമുള്ളതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ മുഗൾമാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലായിരിക്കും ബുദ്ധന്മാർ, ജൈന മതക്കാർ, പിന്നെ അതുപോലെ തന്നെ ഇസ്ലാം മതക്കാർ, ഹിന്ദു മതക്കാർ എല്ലാവരും ഉൾപ്പെട്ടതാണെന്നും ഏതിൽ പറയുന്നുണ്ട്? ഐനി അക്ബരിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഐനി അക്ബരി അല്ലെങ്കിൽ അക്ബർ നാമയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇൻഡോ പേർഷ്യൻ ശൈലിയായിരുന്നു. ഏതായിരുന്നു? ഇൻഡോ പേർഷ്യൻ സ്റ്റൈലിലായിരുന്നു ഇത് രചിക്കപ്പെട്ട കേട്ടോ. അതൊരു പ്രത്യേക താളഭംഗിയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് അക്ബർ നാമ ബാദ്ഷാ നാമ. 2019 ചോദിച്ച ഷുവർ, 2019 മാത്രമല്ല, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മക്കൾ. അക്ബർ നാമ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറയാനുള്ളത്? ബാദ്ഷാ നാമയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം നോക്കാം. അക്ബർ നാമയും ബാദ്ഷാ നാമയും, ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബാദ്ഷാ നാമയാണ് നമുക്ക് നോക്കേണ്ടത്. അക്ബർ നാമ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ബാദ്ഷാ നാമയുടെ കാര്യങ്ങൾ മക്കളെ, അബുൽ ഫസലിന്റെ ശിഷ്യനായിട്ടുള്ള ആള് ആരാണ്? അബ്ദുൽ ഹാമിദ് ലാഹോരി ആയിരുന്നു ഈ ബാദ്ഷാ നാമ എഴുതി. ബാദ്ഷാ നാമ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയെന്ന് വെച്ചാൽ, ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ കഴിവുകളൊക്കെ കേട്ടിട്ട് സ്വാഭാവികമായിട്ട് അതേ രൂപത്തിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് അക്ബർ നാമയുടെ മാതൃകയിൽ തൻ്റെ ഷാജഹാൻ ചക്രവർത്തി, ആരായിരുന്നു? ഷാജഹാൻ ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് ഈ അക്ബർ നാമയുടെ കാര്യങ്ങളൊക്കെ, അക്ബറിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടി എന്ത് ചെയ്യണം, ഇത് എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ ആരെ കൊണ്ട് എഴുതിപ്പിച്ചു? അബ്ദുൽ ഹാമിദ് ലാഹോരിയെ കൊണ്ട് എഴുതിപ്പിച്ചു. അത് എത്ര വോളിയങ്ങളാണ് മക്കളെ? 3 വോളിയംസ് ആണല്ലോ കേട്ടോ.
3 വോളിയംസ് ആണ്. നമ്മൾ പറയില്ല 3 ഘട്ടം ഘട്ടം തുടരും എന്നൊക്കെ പറഞ്ഞാൽ 3 വോളിയംസ് ആണുള്ളത്. എത്ര വർഷങ്ങൾ? 10 ചന്ദ്രവർഷങ്ങൾ വീതമുള്ള 3 ബാല്യങ്ങളുള്ള ഒരു ഔദ്യോഗിക ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ഹിസ്റ്ററിയാണ് ബാദ്ഷാ നാമ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ 3ാമത്തെ ദശകം ആരാണ് എഴുതിയത്? വാരിസാണ് എഴുതിയത്. ആരായിരുന്നു? വാരിസാണ് ഇതിൻ്റെ 3ാമത്തെ ദശകം എഴുതിയത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താ, തങ്ങൾ ഭരിക്കാൻ ശ്രമിച്ച സാമ്രാജ്യത്തിൻ്റെ ജനതയെയും സംസ്കാരങ്ങളെയും നന്നായി മനസ്സിലാക്കാനും ആർക്ക് സാധിച്ചിട്ടുണ്ട്? ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് ഇത് മാത്രം പഠിച്ചാൽ ഇത് നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് അക്ബർ നാമയും ബാദ്ഷാ നാമയും. അത് മക്കൾ എന്തായിരിക്കണം? നന്നായിട്ട് പഠിച്ചു വേണം, വിട്ടുപോകരുതേ. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ വഴിയെ നമുക്ക് ഏത് ചാപ്റ്ററും കൂടി വരുന്നുണ്ട്? മറ്റൊരു ചാപ്റ്ററും കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സെറ്റ് ആവുക. ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ബൈ ബൈ ബൈ.